ഹായ്, പുതിയൊരു സാധനം ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ ദളപതി വിജയണ്ണൻ്റെ വിജയണ്ണൻ്റെ ലാസ്റ്റ് പടം ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ജനനായകൻ പോസ്റ്റർ കണ്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷനും എൻ്റെ പേഴ്സണലി എനിക്കെങ്ങനെ തോന്നിയെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ പോസ്റ്റർ കണ്ടിട്ട് ഇന്നലെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എമ്പൂരാൻ്റെ. അതിനകത്ത് ഒരു ഇതൊന്നുമില്ല, അതായത് നമ്മുടെ ടീസറിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പോസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി കാണുമ്പോഴേ നമുക്കറിയാം പടം ഇന്ന് വൈകിട്ട് ടീസർ വരും. അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോഴേ അറിയാം ഏത് ടൈപ്പ് എങ്ങനെ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ നിന്ന് ആ പോസ്റ്റർ കാണുമ്പോഴേ അറിയാം. അത് ജനനായകൻ ഇതിൻ്റെ ഒരു ഡയറക്ടറും ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നേരത്തെ ഒരു വെളിവിട്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്നേ ഒരു 60% 70% പടം ഫ്ലോപ്പ് ആവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ കാസ്റ്റിംഗ് കണ്ടിട്ട്. പക്ഷേ ഇത് പോസ്റ്റർ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു പോസ്റ്ററേ അല്ല, പിന്നെ ഈ ഒരു ടൈറ്റിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരു കച്ചറ ഒരു പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് വിജയുടെ ആ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സെൽഫി ഉണ്ടല്ലോ, ആ സെൽഫിയുടെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മാസ്റ്ററിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു വൈറലായ ഒരു പിക്കുണ്ടായിരുന്നു. അതിനകത്ത് വിജയ് ഇതുപോലെ ഒരു ക്യാൻവാനിൻ്റെ മണ്ടയിൽ പോയി ഫോട്ടോ എടുക്കുന്നു. അതിന് ട്വിറ്ററിലൊക്കെ റീട്വീറ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടിയതാണ്. ആ ഒരു പോസ്റ്റർ തന്നെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വൈറലായി കഴിഞ്ഞപ്പം ഫാൻമെയ്ഡ് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലും സൂപ്പർ പോസ്റ്റർ. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സിനിമയ്ക്കകത്തുള്ളൊരു സീനേ അല്ല, ഇത് എന്തോ കാർട്ടൂൺ വെച്ചുണ്ടാക്കിയ ഒരു DAGing സെറ്റപ്പ് വെച്ച് ചെയ്ത ഒരു കച്ചറ പോസ്റ്ററായിട്ട് എനിക്ക് തോന്നിയത്, ഒരു അലവലാതി പോസ്റ്റർ. പിന്നെ അതിനകത്ത് ടൈറ്റിൽ റിവീൽ ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇത്രയും നാൾ വലുതായിട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. അയാളുടെ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ വിജയുടെ ഒരു പോസ്റ്റർ ഇതേപോലെ ഒരു കച്ചറയായിട്ടാണ് ഇറക്കി വിടണ്ടേ. ഇത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, പക്ഷേ അത് വെച്ച് ഇതിനകത്ത് ഒന്നും ഇരിക്കുന്നത് പുള്ളി ഇപ്പം പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുമില്ല. ഇത് എവിടെ കണ്ട് വിജയ് എവിടെ കണ്ട് ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനടുത്ത് ആൾക്കാർ വരുമ്പോൾ അതിങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പുള്ളിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ അത് ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്സിൻ്റെ ഫോട്ടോ ഇങ്ങനെയാണ് ഇറക്കി വിടുന്നത്. നിങ്ങൾ വിജയ് നശിപ്പിക്കാൻ വേണ്ടി, കാരണം വിജയ് നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറക്കിയ ഒരു പോസ്റ്ററാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ പടം ഇറക്കുന്തോറും ട്രോളാൻ വേണ്ടി ആൾക്കാർക്കിട്ട് അണ്ണാക്കിലിട്ട് കുത്തി ട്രോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒരു വിഭാഗങ്ങളുണ്ട്, വിജയുടെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. കാരണം വിജയ് പൊളിറ്റിക്സിൽ ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഇതേപോലൊരു പടം ഇതേപോലൊരു പടം ആവണേന്ന് തന്നെ വിചാരിച്ചിരുന്നെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇത്രയും നാൾ വിജയ് ചെയ്തത് എന്തുവാ? എൻ്റെ പേഴ്സണലി ഞാൻ കരുതിയിരുന്നെന്ന് പറഞ്ഞാൽ ഈ 69 എച്ച് വിനോദ് ആ ഡയറക്ടറിൻ്റെ ഇത് വെച്ച് പടം ഫ്ലോപ്പ് ആകും എന്ന് വെച്ചാൽ എൻ്റെ കാസ്റ്റിംഗ് എല്ലാം കണ്ടിട്ട് എനിക്ക് ഒരു കച്ചറ പടമാണെന്ന് നേരത്തെ തോന്നിയതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡയറക്ടറെ തിരഞ്ഞെടുത്തിട്ട് ഒരു വെട്രിമാരനോ അതുപോലെ നല്ല വിജയുടെ കഴിവ് വെളി കാണിക്കാൻ പറ്റിയ ഒരു സിനിമ ചെയ്തിട്ട് ആ ഒരു പടം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്, ആക്ടർ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ച് പുള്ളി നിർത്തുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് കണ്ടിട്ട് ഇപ്പം ഇയാൾ പൊളിറ്റിക്സിൽ ഇത്രയും നാൾ വിജയ് ചെയ്തുകൊണ്ടിരുന്ന പടം തോന്നുന്നേ ഇതിനകത്ത് ഒരു മാറ്റം ഇല്ലായിരിക്കും. നിങ്ങൾ തമിഴും കണ്ടു കാണുമല്ലോ, തമിഴും തൊട്ടാണ് പുള്ളി ഇതുപോലത്തെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയത്. അത് തന്നെ സർക്കാർ അതേപോലെ തന്നെ എടുത്ത് ഇതിനകത്ത് കുത്തിക്കയറ്റി ഇടുന്നതിന് കൂട്ടാണ് എനിക്ക് ഈ പോസ്റ്റർ കണ്ടിട്ട് തോന്നിയത്. സത്യം പറഞ്ഞ ഒരു കച്ചറ പോസ്റ്ററാണ്. ഈ ഒരു ലെവലിൽ എന്നിട്ട് 2025 ഇതൊക്കെ ഇതിലും ഒരു പിക്സാർട്ടും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിലും നല്ലോണം ഞാൻ എൻ്റെ ഇത് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. ഇതിൽ നല്ല പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് ഇതുപോലൊക്കെ എന്ന് വെച്ചാൽ ഇതേപോലെ വിജയ്ക്കും ഒരു സ്വഭാവമുണ്ട്, ഇതുപോലെ പുള്ളിയുടെ ഫാൻസുകാരുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഇത് എന്ന് വെച്ചാൽ ഇതൊരു കാർട്ടൂൺ, ഇത് DAG നോക്കിയാൽ മതി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കച്ചറ പോസ്റ്റർ. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഇനി പടം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇനി കണ്ടറിയാം. ഒരു പ്രതീക്ഷയില്ല. ഇതുപോലെ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു 80% ഇത് പന്നലാവാനാണ് ചാൻസ്. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിലേ ഞാൻ ഈ പടം കാണത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വെച്ച് നോക്കിയാൽ ഗോട്ട് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടേ. പക്ഷേ അതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിൻ്റെ ഡയറക്ടർ നോക്കിയാൽ നല്ല എനിക്ക് എല്ലാവരും ട്രോൾ കിട്ടിയതാണ്. ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ സീനിലൊക്കെ കുറേ പേര് ട്രോളിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതുപോലെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ക്രിയേറ്റിവിറ്റി എന്ന് ഒരു വെറൈറ്റി ക്രിയേറ്റിവിറ്റി വേണം. അത് അയാൾക്ക് ഉണ്ട്, ആ വെങ്കട് പ്രഭുവിനുണ്ട്. പക്ഷേ ചിലടത്ത് പാളി പോകുന്നുണ്ട്. അത് അയാളുടെ കുഴപ്പമില്ല, അയാൾ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള നല്ല ഡയറക്ടറാണ്. പക്ഷേ ഇത് ഒന്നും പറയാനില്ല. ഐ ആം ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നില്ല. ബൈ.